ചില ആൾക്കാര് ഇലക്ഷനൊക്കെ ആണല്ലോ, അപ്പൊ പലവിധ ഇല്ലായ്മത്തരം കാണിക്കാന് ചില ആൾക്കാർ ഇറങ്ങും. ഇപ്പൊ പാണക്കാട് തങ്ങൾക്കെതിരെ വന്നൊരു ആരോപണങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഖമറുദ്ദീനൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഞാൻ അതിവിടെ ഒന്ന് കേൾപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആശയപരമായിട്ട് നമുക്ക് ഇതുണ്ടാവും, വാദപ്രതിവാദമൊക്കെ നടത്താം. പക്ഷെ ഇതേപോലുള്ള മാറിത്തരം ചെയ്യരുത്. അത് ചെയ്തത് ആരായാലും ഇതേപോലുള്ള പരിപാടികൾ ചെയ്യരുത്. അത് പക്ക ഈ ഇല്ലായത്തത് ഒരു തെറ്റല്ല, പക്ഷെ അത് അലങ്കാരമാക്കി, അതായത് തന്തക്ക് പറക്കാത്തത് ഒരു തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമാക്കി കൊണ്ടെടുക്കുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നം. എന്തായാലും ഖമറുദ്ദീനിക്കാന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ ഖമറുദ്ദീനാണ്, ചെന്നൈയിൽ നിന്ന്. ഈ വിഷയം കേരളത്തിലെ എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യർ, എല്ലാ മതനേതാക്കൾ, എല്ലാ രാഷ്ട്രീയ നേതാക്കൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ആശയങ്ങളോ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമാണ് ഇന്ന് കേരളത്തിന്റെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന പാണക്കാട്ടിലെ കുടപ്പനക്കൽ തറവാട് എന്ന് പറയുന്ന ആ തറവാടിലെ കുടുംബം. ആ കുടുംബത്തെ ഏത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അവർക്ക് കൊടുക്കുന്ന സ്ഥാനം ഹൃദയത്തിലാണ്. അങ്ങനെയുള്ള ആ കുടുംബത്തിന്റെ ഒരു അംഗത്തിനെ ബഹുമാനീയനും ആദരണീയനുമായ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വ്യാജ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ ഒരു കുറച്ചു നേരം പ്രചരിപ്പിച്ച് ഒരു സുപ്രഭാതത്തിൽ അത് മിസ്സിംഗ് ആയി, അത് ഡിലീറ്റ് ആയി പോയി. അതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളാണ്. ഒരു ഒന്നും ഇങ്ങനെയുള്ള തെമ്മാടിത്തം ചെയ്യില്ല. അതും ഇല്ലാത്ത AI പോലെയുള്ള ഈ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടായിരിക്കാം ഇത് വിദേശത്തിൽ നിന്നും 2-3 ദിവസം മുന്നേ ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡിയ ആണ് എന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്തിനാണെങ്കിലും അതിനെതിരെ ശക്തമായ രീതിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം PK കുഞ്ഞാലിക്കുട്ടി വരെ ഒരുപാട് പ്രഗത്ഭന്മാരായ മുസ്ലിം ലീഗ് നേതാക്കൾ DGP മുതൽ ഒരുപാട് ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അന്വേഷിച്ചിട്ട് ഇപ്പോൾ പ്രതിയെ കിട്ടാൻ പോകുന്ന എനിക്ക് വലിയ ഉറപ്പൊന്നും കാണില്ല. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ തന്തയില്ലായ്മ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് പല ആശയങ്ങളിൽപ്പെട്ട ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, RSS ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, SDPI ഉണ്ട്. അങ്ങനെ ഒത്തിരി രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, മലപ്പുറം ടൗണിലൂടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നല്ല ആളുകൾ അതിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർ കുടപ്പനക്കൽ തറവാട് സന്ദർശിക്കും. അവിടെ പോയി കട്ടൻ ചായ മിച്ചം കഴിക്കും, അല്ലെങ്കിൽ അവിടെ ബിരിയാണി കഴിക്കും. അത് കഴിച്ച് അവരോട് നല്ലപോലെ സംസാരിച്ച് സന്തോഷത്തിന്റെ 4 വാക്കുകൾ സംസാരിച്ച് അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ടേ പോവാറുള്ളൂ. അവിടെ മുസൽമാനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒന്നും ഇല്ല. അത്രയും പവിത്രമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട ഒരു കുടുംബമാണെന്ന് പോലും കേട്ടുകേൾവിയുണ്ട്. എനിക്ക് വലിയ ഒരു അറിവൊന്നുമില്ല. നമ്മളൊക്കെ നല്ലപോലെ രാഷ്ട്രീയം ഏതാവട്ടെ നല്ലപോലെ മനസ്സിനകത്ത് ആ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പൗരനാണ്. അത് വേറെ. ആ കുടുംബത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല സ്നേഹിക്കുന്നത്, ഹിന്ദുക്കൾ മാത്രമല്ല സ്നേഹിക്കുന്നത്, ക്രിസ്ത്യാനികൾ മാത്രമല്ല സ്നേഹിക്കുന്നത്, എല്ലാ മനുഷ്യരിൽപ്പെട്ട ആളുകളും ആ കുടുംബത്തെ സ്നേഹിക്കും. ആ കുടുംബം കേരളത്തിൽ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ടോ? ഈ ഇന്ത്യ രാജ്യത്തിന്റെ ചില സംസ്ഥാനങ്ങളിൽ ആക്രമണങ്ങളും പലതും മുസ്ലിങ്ങൾക്കെതിരെ കാഴ്ചവെച്ചിട്ടും നിശബ്ദമായി ഇരുന്നുകൊണ്ട് കേരളത്തിൽ ഒരാളും ഒന്നിനും പോകരുത്, നമ്മളെല്ലാവരും ഒന്നാണ്, എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നാണ് എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് നല്ല രീതിയിൽ അവതരിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകണം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട്ടെ കുടുംബം. അതേപോലെ തന്നെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണ്, ഈ പറയുന്ന മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും, ഈ മത പണ്ഡിതന്മാരൊക്കെ എത്രയോ നല്ല പണ്ഡിതന്മാരുണ്ട്. ഹിന്ദുക്കളില്ലേ, ക്രിസ്ത്യൻസിലില്ലേ, മുസ്ലിങ്ങളില്ലേ, ഇവർക്കെതിരെയൊക്കെ അനാവശ്യമായി ഈ വ്യാജ സ്ക്രീൻഷോട്ട് വെച്ച് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഒന്നും നോക്കാതെ ശക്തമായി അപലപിക്കണം. ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ ഒരു തുള്ളിക്ക് പറഞ്ഞതാണോ ഈ ചെയ്യുന്നവരൊക്കെ? എത്ര തുള്ളിക്ക് പറഞ്ഞതാണെന്ന് പടച്ചോണിക്കറിയാം. ഇങ്ങനെയുള്ളവരെ ഒരിക്കലും ഇവരോട് യോജിക്കാൻ കഴിയില്ല. നമുക്ക് തമ്മിത്തല്ലാം ഈ പറയുന്ന രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ ആശയങ്ങൾ പലതാകുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാറുണ്ട്, പോസ്റ്റ് ഇടാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവായി. അതൊക്കെ സ്വാഭാവികമാണ്. അനാവശ്യമായി ഇല്ലാ കഥകൾ പടച്ചുവിടരുത്. ഇതൊന്നും മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മൃഗങ്ങൾക്കുണ്ടായ മൃഗങ്ങൾ പോലും ഒരു ചെറിയൊരു എളിമയും ഒരു സമാധാനത്തിന്റെ പാതയിൽ പോകാനും അവർ ശ്രമിക്കും. മൃഗങ്ങൾ പോലും ശ്രമിക്കും. എന്നിരിക്കെ ഈ ചില പരമാറികൾ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തി ഇല്ലാത്ത തെണ്ടിത്തരം ഉള്ളതാ ഒരിക്കലും ആരും പറയില്ല. ഇല്ലാത്ത തെണ്ടിത്തരം ചെയ്തിട്ട് ഈ കേരളത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനോട് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ തെണ്ടിത്തരം ചെയ്ത ആ ക്രിമിനൽ ആരാണോ അവനെ, അത് എത്ര വലിയവനാണെങ്കിൽ ശരി, എന്തോ കിട്ടും എന്ന് നമുക്കറിയില്ല, പരമാവധി അന്വേഷിച്ച് കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുവരണം. പിന്നെ ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും ഉള്ളത് പറയാം. മുൻ BJP യുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ സുരേഷ് ചേട്ടന്റെ മോൾക്കെതിരെ പോലും മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്നു. അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞില്ലെങ്കിലും പോസ്റ്റ് ഒരുപാടിട്ടുണ്ട്. രാഷ്ട്രീയം ഏതാവട്ടെ, അച്ഛനെ മോൾക്കെതിരെ പോലും മോശമായിട്ടാണ് അവസാനം അന്വേഷണം നടത്തി. അവസാന സമയത്ത് അന്വേഷണം വഴിമുട്ടി. അത് എന്താ സംഭവം നമുക്കറിയില്ല. രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ വിമർശിക്കൂ, കുഴപ്പമൊന്നുമില്ല. ഒരു കാരണവശാലും ഇല്ലാ കഥകൾ സമുദായ നേതാക്കൾക്കെതിരെ, അത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല, പവിത്രമാക്കപ്പെട്ട ഒരുപാട് നേതാക്കളുണ്ട് എല്ലാ മതത്തിലും. അവർക്കെതിരെ അനാവശ്യമായിട്ട് പറിച്ചുവിട്ടിട്ട് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളെപ്പോലുള്ള ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളാണ്. ജാതിയും മതവും ആശയങ്ങളും ആദർശങ്ങളും എല്ലാം വ്യത്യാസമുണ്ടെങ്കിലും നമ്മളൊക്കെ മനുഷ്യരല്ലേ. നമുക്കൊക്കെ നമ്മൾ എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മതങ്ങളും എല്ലാം പറഞ്ഞിട്ടുള്ള സമാധാനമാണ്. തീവ്രവാദമോ അവനെ കണ്ടാ കൊല്ലം ഇവനെ കണ്ടാ കൊല്ലം ഒരു മതത്തിൽ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിന് വേണ്ടി 4 വോട്ടിന് വേണ്ടി ഇല്ലാ കഥകൾ പറിച്ചുവിടുന്ന സൈബറോളികളുള്ള കാലത്തിന്റെ മുന്നിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആശയങ്ങൾ വ്യത്യാസം ഉണ്ടാകും. നിങ്ങളുടേതായിട്ടുള്ള ലെവൽ വോട്ട് ചെയ്തോ. ഒരു മതവും ഒരു മതത്തെ ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു മത നേതാക്കളും ഒരു മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ ആക്രമിക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ വേണ്ട സമാധാനമാണ്. ചിന്തിക്കുക. ദയവ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള പണിയൊന്നും ആരും ചെയ്യാതിരിക്കുക. അള്ളാഹു പാണക്കാട്ട് കുടുംബത്തിന് ഇനിയും സർവ്വ ഐശ്വര്യങ്ങൾ കൊടുക്കട്ടെ. കാരണം ആ കുടുംബ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നന്മ ചെയ്യുന്ന കുടുംബമാണ്. എന്തോ ആവട്ടെ, ആ KMCC പോലെയുള്ള ഒരു സംഘടന ലോകരാഷ്ട്രങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവർ മുസ്ലിം ലീഗുകാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയില്ല കേട്ടോ. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയല്ല, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയിൽപ്പെട്ട ഒരു സംഘടനയാണ് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന് കീഴിൽ പ്രവർത്തിക്കുന്ന KMCC. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
അനാവശ്യമായിട്ട് ആ കുടുംബത്തിന് ദയവ് ചെയ്ത് വലിച്ചിടരുത്. ഇതൊന്നും ശരിയല്ല. എത്രയോ നല്ല നല്ല ആളുകൾ നിങ്ങൾ വേറെ രാഷ്ട്രീയപരമായി ആശയപരമായി മുസ്ലിം ലീഗിനെയോ കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റിനെയോ ബിജെപിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോളൂ. അതൊക്കെ രസമാണ്. പക്ഷേ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതൊന്നും ശരിയല്ല. കേരളത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഒരുപാട് പങ്കുവഹിച്ച കുടുംബമാണ് പാണക്കാട്ടിലെ കുടപ്പനക്കൽ തറവാട്ടിലെ കുടുംബം. ഒരിക്കലും മറന്നു പോകരുത്. ആ കുടുംബത്തോട് എനിക്കടക്കം ഒരുപാട് കടപ്പാടുണ്ട്. എന്റെ കുടുംബപരമായിട്ട് പറയുകയാണെങ്കിൽ അതൊന്നും ഞാൻ അവതരിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരു സമയത്ത് എപ്പോഴെങ്കിലും അവതരിപ്പിക്കും. അപ്പൊ ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങളൊന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് ഇത് ശക്തമായ അന്വേഷണം നടത്തി ഈ പ്രതിയെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് ഏത് വ്യക്തിയാണെങ്കിലും എത്ര കൊടികുത്തിയ കൊമ്പനാണെങ്കിലും നിങ്ങളുടെ വിഷയങ്ങളൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ ഇലക്ഷനാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചോ, സന്തോഷം. അതിൽ തന്നെ വോട്ട് ചെയ്തോളൂ. ദയവ് ചെയ്ത ആക്രമണങ്ങളും കൊലപാതകങ്ങളും വർഗീയതയും ഒന്നും പറയാതെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗമനത്തിന് വേണ്ടി, നമ്മുടെ കേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നല്ല നല്ല ഗവൺമെന്റുകളെ തിരഞ്ഞെടുക്കുക. നല്ല നല്ല ആളുകൾക്ക് വോട്ട് ചെയ്യുക. ദയവ് ചെയ്ത് ജാതി മതവും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാതിരിക്കുക. ഇതുപോലുള്ള സ്ക്രീൻഷോട്ടുകളൊന്നും അനാവശ്യമായിട്ട് പ്രചരിപ്പിക്കാതിരിക്കുക. നിങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുടെ തന്തയുടെ എണ്ണം എത്രയാണ് ചിലപ്പോൾ തലയ്ക്ക് പോലും പറയില്ല. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും നല്ല വരട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം.